ഹലോ ഗായ്സ്, വെൽക്കം ടു സ്മൈൽസ് ആൻഡ് സ്റ്റോറീസ്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടെന്തേ തിരിച്ചെത്തി മക്കളെ. അത് ഞാനൊരു ലോങ് ഗ്യാപ്പ് എടുത്തു കേട്ടോ വീഡിയോസ് ഇടാനൊക്കെ. ഒന്നുമില്ല ഗൈസ്, കുറച്ച് ബിസി ആയിപ്പോയി. ഒന്നാമത് ഞാൻ നിച്ചൂസിൻ്റെ പരീക്ഷയൊക്കെ ആയ സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. പിന്നെ ആ ബ്രേക്ക് അങ്ങ് നീണ്ടുപോയി. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇവളെന്തായി കാട്ടിക്കൂട്ടുന്നതല്ലേ. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു 4 ഫേവറേറ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് ഫേവറേറ്റ് ആണ്. പക്ഷേ ഇവർ കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഞങ്ങൾക്ക് 4 4 ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മോർണിംഗ് ആണെങ്കിൽ ഒരാൾക്ക് നൈറ്റ് ആയിരിക്കും, വേറൊരാൾക്ക് ഈവനിങ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ മാറി മാറി ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്കൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീലിങ്. ICUലാണെങ്കിൽ നല്ല റഷും. ഇപ്പം നടക്കുന്നത് രാവിലെ എണീക്കുന്നു, പണിക്കൊന്നു വരുന്നു, ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് ഗെറ്റ് ടുഗദർ പോലെ ഒന്ന് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഓഫാണ്, പിന്നെ അനഘയ്ക്ക് ലീവാണ്, പിന്നെ ശ്രീജനേച്ചിക്ക് മോർണിംഗ് ആണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയാലോ. ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്നേഹ സമ്മാനങ്ങൾ കൈമാറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ ഞാൻ മേടിച്ചു കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഒരു 5 ബൊമ്മകളാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം ഈ ഒരു മിററാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള മിററാണ്. 100 റുപ്പീസാണ് ഇതിന് വില. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും മിറർ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആയിരിക്കില്ലേ. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കാൻ എന്തായാലും എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമായിരിക്കില്ലേ. എന്താ എസ്പെഷ്യലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചു 5 ഒരു 5 മിറർ അങ്ങോട്ട് വാങ്ങിയേക്കാം. ഈ ഒരു പാറ്റേണാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തികയുന്നത്ര ഇല്ലായിരുന്നു. കഷ്ടം. പിന്നെ ഇതാ മക്കളെ 5 പെന്ന്. നേഴ്സുമാർക്ക് പെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നേഴ്സുമാർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ, ഇത് കാണുന്ന നേഴ്സുമാർക്ക്. പിന്നെ ഞാനൊരു 5 നോട്ട്ബുക്ക് വായിച്ചായിരുന്നേ. അങ്ങനെ നമ്മൾ 5 നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഡയറി. ഇതും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മേടിച്ച ഗിഫ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് കാർഡ്സ് എഴുതിയിട്ട് ഓരോ ഗിഫ്റ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഗിഫ്റ്റും ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റ് പാക്കറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് 2025 എങ്ങനെയുള്ളൊരു വർഷമായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം അത്ര അടിപൊളി വർഷമായിരുന്നു എന്ന്. എനിക്ക് 2025 അടിപൊളിയാക്കി തന്നത് ഈ ടീംസ് കേട്ടോ. ഇവരെൻ്റെ ലൈഫിൽ വന്നതിനെ കൊണ്ടാണ് എൻ്റെ ലൈഫ് കുറച്ചുകൂടി ഒരു കളർഫുള്ളായത്. കാരണം അതിന് മുന്നേ വരെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പുറത്തു പോവുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രണ്ട്സ് അവിടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നേ. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വല്ലാത്ത ഒരു ഡൗൺ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഫുൾ ഓഫ് എനിക്ക് ലൈഫ് വേണ്ട, എനിക്ക് ജീവിക്കണ്ടെന്ന് വരെ തോന്നിപ്പോയ കുറേ കാലം. 2021, 22 ആ ടൈമൊക്കെ എനിക്ക് ഭയങ്കര ഡിപ്രഷനായൊരു ടൈമായിരുന്നു. അതിൽ നിന്ന് ഞാൻ അതൊക്കെ ഓവർകം ചെയ്ത് അതല്ല എൻ്റെ ലൈഫിന് കുറച്ചുകൂടി കളർഫുള്ളാണ്, ജീവിതത്തെ ഇത്രയും മനോഹരമായി നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത് ഇവരെൻ്റെ ലൈഫിലേക്ക് വന്നപ്പോഴാണ്. കാരണം ഞാൻ അധികം അങ്ങനെ പുറത്തൊന്നും പോകുന്ന ആളല്ലായിരുന്നു. അധികം അങ്ങനെ നമ്മൾ ഫിലിമിന് പോവുക, പുറത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക, അങ്ങനത്തെ പരിപാടികളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ കൂടിയപ്പോൾ ഞാൻ ഒരുവിധം ഇറങ്ങുന്ന എല്ലാ സിനിമയും ഞാൻ പോയി കാണാറുണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ICUവിൽ നല്ല സ്ട്രെസ്സായിരിക്കും, പിന്നെ ലൈഫിലും ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവുമല്ലോ. ആ സ്ട്രെസ്സൊക്കെ നമ്മളൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെല്ലാം മറന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പം എനിക്കെൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല, ഞാൻ ടു ബിസി. അതുകൊണ്ട് തന്നെ ലൈഫ് ഭയങ്കര സൂപ്പറായിട്ട് നല്ല എൻജോയബിളായിട്ട് പോകും കേട്ടോ. എൻ്റെ ലൈഫ് ഇപ്പോൾ അടിപൊളിയാണ് ബിക്കോസ് ഓഫ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ കലബില എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിതാ ഗിഫ്റ്റുകൾ കൈമാറാണ്. ഈ ഗിഫ്റ്റുകൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ്. അങ്ങനെ നമ്മളിത് ഓടിച്ചാടി എടുക്കുന്ന സീനുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ഗിഫ്റ്റൊക്കെ ഇവിടെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് നിച്ചുമോനാണ് കേട്ടോ. ഞാൻ നിച്ചുമോനും മഞ്ഞയായിട്ട് നല്ല സുന്ദരനായത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മളുടെ പ്ലാന് ഇത് കഴിഞ്ഞിട്ട് നേരെ ശാന്തിഗിരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ശാന്തിഗിരി പോയിട്ടാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വിചാരിച്ചത്. പക്ഷേ അവിടെ ചിലപ്പോൾ സ്ഥലം ഉണ്ടായില്ലെങ്കിലും പിന്നെ ഞങ്ങൾ ഈ കലബിലെ കൂട്ടങ്ങളല്ലേ. ശാന്തിഗിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്, പോയവർക്കറിയാം. ഞാൻ അവിടെ പോയി അലമ്പാക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ഷെരീഫ്ത്താൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട്. ഷെരീഫ്ത്താൻ്റെ വീട് ശാന്തിഗിരിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളിതാ
അവിടുന്ന് ഗിഫ്റ്റുകളൊക്കെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതൊക്കെ പൊളിച്ച് നോക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കിട്ടിയതിലൊക്കെ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടി, ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ട്. പിന്നെ വളയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ കൂടെ നിന്നാൽ ടൈം പോകുന്നതേ അറിയില്ല. ഇവിടെ ഷെരീഫ് തന്നെ 2 മക്കളുണ്ട്. അപ്പോൾ നിച്ചു അവരുടെ കൂടെ നല്ല കൂട്ടാണ്. അപ്പോൾ അവനും ഒരു റിലാക്സേഷൻ, ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവനെയും കൂട്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഫിലിമിന് പോകുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും കറങ്ങാൻ ഒക്കെ നിച്ചുവിനെയും കൊണ്ടിട്ടാണ് പോവുക. കാരണം വെച്ചാൽ അല്ലാതെ പോയാൽ എനിക്കൊരു സമാധാനക്കേട് പോലെ കേട്ടോ. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആളെ ഞാൻ മിസ് ചെയ്യും. ഫിലിമിനെ അവനെ കൊണ്ടുപോകാറില്ല. കാരണം വെച്ചാൽ ഈ വയലൻസൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ സുമതിവള പോലത്തെ പ്രേത സിനിമകളൊക്കെ കണ്ട് അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനെ എന്നാലും കൊണ്ടുപോയി കേട്ടോ 1-2 തവണയൊക്കെ. പക്ഷെ കുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരിക്കും. ഇത് പിന്നെ ഗിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞതൊന്നും ആർക്കും കൊടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഒക്കെ എനിക്ക് വേണമെന്നുള്ളൊരു ദുഷ്ടവിചാരം എനിക്കുണ്ടായിരുന്നു. കേസ് പാവ ഷെരീഫ് സ്വന്തമായിട്ട് വാങ്ങിയത് കറുപ്പ് അവർ സാക്രിഫൈ ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഷെരീഫ്ക്ക് തന്നെ വാങ്ങിയത് ബ്ലാക്ക് പേഴ്സ്. ഞങ്ങൾക്കൊക്കെ നല്ല പേഴ്സ് വന്നു കേട്ടോ. ഓക്കെ ഇവർ മാത്രം ശ്രീ എൻ്റെ ഗിഫ്റ്റൊക്കെ അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ തീരുമാനമാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിച്ചുമ്മൻ പോയിട്ട് പാവക്കുട്ടീൻ്റെ തലയൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷെരീഫ്തേൻ്റെയും ഹസ്ബൻഡിൻ്റെയും കുറേ ഫോട്ടോസ് കണ്ടിട്ടോ. അന്ധകാലത്തെ കുറേ ഫോട്ടോസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോരുത്തർക്കും വന്ന മാറ്റം നമുക്ക് അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഷെരീഫ്തപ്പം പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങൾ അതിൻ്റെതായ കുറേ മാറ്റങ്ങൾ ശരീരത്തിലുണ്ട്. അപ്പോൾ ആളുടെ ഫേസ് അന്നത്തേൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ട്. പിന്നെ വാവകളുടെ എല്ലാം ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ശാന്തിഗിരിയിലേക്ക് പോയി. ശാന്തിഗിരി ശാന്തമായ ആ സ്ഥലം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്ത് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അവർ സമ്മതിച്ചായിരുന്നേ. ഇപ്പോൾ പുറത്തുനിന്ന് മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ജാതി മത ഭേദമന്യേ നമുക്ക് പോകാം. പിന്നെ അവർ നമ്മളെ കമ്പൽ ചെയ്യൊന്നുമില്ല അതിനുള്ള. ഇവിടെ കരുണാകര ഗുരു അവരുടെ ഇതാണ്. അപ്പോൾ അവർ പക്ഷെ നമ്മുടെ കമ്പലയോ അതിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് പോയി കണ്ടിട്ട് വരാം. ശരിക്കും നല്ല രസമാണ് ഇത് കാണാൻ. നിങ്ങൾ പോവാത്തവരാണെങ്കിൽ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഒരു അമ്പലത്തിലൊക്കെ പോയൊരു ഫീലിങ്. അത്രയും ശാന്തമായൊരു അന്തരീക്ഷമാണ്.